അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു ചിക്കൻ മജ്ബൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും മജ്ബൂസൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒരു എരിവും പുളിയൊക്കെ ഉള്ളൊരു ടൈപ്പ് മജ്ബൂസാണ്. സാധാരണ അറബികളുടെ ആ ഒരു സ്പൈസസ് അധികം ഇല്ലാത്ത മജ്ബൂസിൽ നിന്നും കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മജ്ബൂസാണ്. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ആ ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വലിയ പാന് ചൂടാക്കുക. അത്യാവശ്യം വലിയ പാൻ തന്നെ എടുക്കുക, കാരണം നമുക്ക് മസാലയും ചോറും ഒക്കെ ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 വലിയ പീസ് പട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ഗ്രാമ്പും ഒരു ഏലക്കായും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളി ഞാൻ 2 ഉള്ളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ, അധികം വാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നടുവേ പിളർന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ചിക്കൻ സ്റ്റോക്ക് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഒന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഉള്ളി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസുള്ള തക്കാളിയും ഒരു തക്കാളിയുടെ ഹാഫുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 1.5 മുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ബോട്ടിലായി കിട്ടുമല്ലോ ടൊമാറ്റോ പേസ്റ്റ്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം അറബിക് മസാല ആഡ് ചെയ്യണം. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച അറബിക് മസാലയാണ് ആഡ് ചെയ്തത്. നമുക്കിത് വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഏത് പാർട്സ് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 1 kg ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കൻ്റെ എല്ലാ പീസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഗ് പീസ് മാത്രമായിട്ട് എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്യും. ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ്റെ പീസസ് മാത്രം മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിലുള്ള എല്ലാ ചിക്കൻ്റെ പീസസും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 മണിക്കൂർ മുന്നേ ഞാൻ വെള്ളത്തിൽ 2 ഗ്ലാസ് ബസ്മതി റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം കഴുകി ഊറ്റിയെടുത്തതാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഗ്ലാസ് അരിക്കാണ് ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റോളം ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കുക്കാവണം എന്നുണ്ടെങ്കിൽ, നല്ലോണം വെന്തിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നല്ല ചൂട് വെള്ളമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ റൈസ് കുക്കാക്കാൻ വെക്കുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ഒരു ഡ്രൈഡ് ലെമൺ മാറ്റിയെടുക്കാം. ചോറ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ മസാല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, കാരണം ഇത് ഒരു 3/4 ഭാഗം കുക്കായ ചിക്കനാണ്. അപ്പോൾ നമുക്ക് 2 സൈഡും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ റൈസ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. ഞാനതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്യാതെ മുഴുവനായിട്ടുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ദം ഇടണം. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി നിരത്തി കൊടുക്കാം. അപ്പോൾ ഓരോരോ പീസായിട്ട് എല്ലാ ഭാഗത്തും ചിക്കൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ദമ്മിടണം. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ തന്നെ ദമ്മിടണം. ഒരു 15 മിനിറ്റ് ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിടുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ മജ്ബൂസ് ഇവിടെ റെഡി ആവും. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള റെസിപ്പിയാണ്. സാധാരണ അറബിക് മജ്ബൂസ് എന്ന് ഇതിനെ വിളിക്കാൻ കഴിയില്ല, കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റിയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.